വണ്ടി ഇടിച്ചിട്ട് എസ്റ്റിമേറ്റ് വന്നപ്പോൾ വണ്ടിക്ക് 30 ലക്ഷം രൂപ വരെ ഉള്ളൂ, പക്ഷേ എസ്റ്റിമേറ്റ് 49 ലക്ഷം രൂപ വന്നു. അതായത് ഇവർ തന്നെ അതിനുള്ള ലിസ്റ്റിംഗ് ആണ്. ഇത് MGയുടെ ഒഫീഷ്യൽ ആക്സസറി അല്ലെങ്കിൽ പാർട്സ് ലിസ്റ്റാണ്. ഇപ്പോൾ ഒരു 10-35 രൂപയ്ക്ക് ഒരു മാസം പെട്രോൾ അടിക്കുന്ന ഒരാളാണെങ്കിൽ കൊമറ്റ് മേടിച്ച് ഒരു 10,000 രൂപ EMI ഇട്ടാലും വളരെ സിമ്പിളാണ്. കൊമറ്റ് കാണാൻ വളരെ സിമ്പിളാണ്. ചെറിയ വണ്ടിയാണ്, 4 വീല്, 3 ഡോറ്. നമസ്കാരം. ഇപ്പം നമ്മൾ ഈടായിട്ടേ ചെയ്യുന്ന വീഡിയോസൊക്കെ തന്നെയും കുറേ അധികം യൂസ്ഡ് കാറിൻ്റെയാണ്. ഇപ്പോൾ മീഡിയ ഡ്രൈവ് വരുമ്പോൾ പുതിയ വണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും പുതിയ വണ്ടി വാങ്ങി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് കുറച്ചായി. ജിമ്നി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എല്ലാം എസ്റ്റിലോ അല്ലെങ്കിൽ എൻഡവർ അല്ലെങ്കിൽ ഇന്നോവ കൺവേർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. പക്ഷേ ഇന്ന് എൻ്റെ വീട്ടിൽ പുതിയ വണ്ടി ഇത്. ആ പുതിയ വണ്ടി എന്ന് പറയുന്നത് കൊമറ്റാണ്. കൊമറ്റ് കൊമറ്റിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉള്ള മോഡൽ. ഫാസ്റ്റ് ചാർജിങ് പറയുമ്പോൾ DC ഫാസ്റ്റ് ചാർജിങ് ആണ്. 3.2 kWh അല്ല, 7.2 kWh ആണ്. 7.2 അതെ. അത് 3-3.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവുന്നൊരു ഒരു ചാർജറാണ്. ഓക്കെ, അതിലൊരു വണ്ടിയാണത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് 10,40,000 രൂപയോളം വില വന്നിട്ടാണ് വണ്ടിക്ക്. അതിൻ്റെ കൂടെ ഒരു 10-30,000 രൂപ ആക്സറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു കോമറ്റിന് ഇത്രയും കാശ് മുടക്കേണ്ടതുണ്ടോ? ഒരു കോമറ്റിൻ്റെ യൂസ് കേസ് എന്താണ്? ഒരു കോമറ്റ് വാങ്ങിയാൽ നമുക്ക് എന്താണ് ഗുണം? അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് വിശദമായിട്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ ഒരു കാറ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഈ കാലത്ത് എക്സ്റ്റൻഡഡ് വാറണ്ടി എന്തിന് എടുക്കണം എന്നോട് പറയാം. ആ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ പറയാം. അതായത് നമ്മൾ ഈയിടെ കണ്ട ഒരു കാര്യമുണ്ട്, ഒരു മഹീന്ദ്ര 9e ഇടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇൻഷുറൻസ് കോസ്റ്റ്, റിപ്പയർ കോസ്റ്റ് വന്നത് വണ്ടിയേക്കാളും ഇരട്ടി വിലയാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഈ കൊമറ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ദേ നമ്മുടെ കൊമറ്റ് സംഭവം MGയിൽ പിടിപാടുള്ളതുകൊണ്ടാണെന്ന് പറയാം. 2 ദിവസം കൊണ്ട് വണ്ടി ഇറക്കിയിട്ടുണ്ട്. അത് 26 മോഡൽ, ഇയർ ബാക്കൊന്നല്ല. അപ്പോൾ ഓഫറെല്ലാം കഴിച്ച് 10,40,000 വന്നു. പിന്നെ ഈ കാണുന്ന ഫ്രണ്ടിലെ ആ ഒരു പീസ്, സൈഡിലെ പീസുകൾ, ആ മിററിലെ പീസ്, അങ്ങനെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഇതിന് ഏറെക്കുറെ നമ്മൾ ഒരു 30,000 രൂപയ്ക്കുള്ള ആക്സറൈസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു വണ്ടി വാങ്ങുമ്പോൾ ആക്സറൈസ് വേണം, അല്ലെങ്കിൽ പിന്നീട് അത് ചെയ്യലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ക്ലാഡിങ് എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ. വീലാലോ അല്ലെങ്കിലും ഈ ഒരു ക്ലാഡിങ് എല്ലാം വന്നപ്പോഴേ ഒരു ലുക്ക് കുറച്ച് കൂടി കണ്ടോ. ഒരു കുഞ്ഞൻ വണ്ടിയാണ്. കുഞ്ഞൻ വണ്ടിക്ക് എല്ലാം കൂടി വയ്ക്കുമ്പോഴേ ആ വണ്ടിക്ക് ഒത്തിരി കൗതുകം കൂടും. ഇതേ ഈ പീസ് ഉണ്ടല്ലോ, ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. ഇത് ക്രോം. പിന്നെ ആ വീൽ കപ്പും ആ ക്ലാഡിങ്ങിൻ്റെ ഭാഗം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയൊക്കെയുള്ള ആക്സറൈസ് എന്ന് പറയാനായിട്ട് പുറത്ത്. പിന്നിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഈ ക്ലാഡിങ്ങിൻ്റെ ബാക്കി എന്നാണ് ഒരു സ്കിഡ് പ്ലേറ്റ് പോലുള്ള പീസ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതെല്ലാം കൂടിയിട്ടാണ് കേട്ടോ. ആ 30,000 പാക്കേജാണത്, വിത്ത് ഫ്ലോർ മാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞൻ കൊമറ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു ചാർജിൽ സിമ്പിളായിട്ട് 200 കിലോമീറ്റർ വരെ ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു യൂസ് കേസ് എന്ന നിലയ്ക്ക് ഒരു സ്കൂട്ടർ പോലെ നമ്മൾ കൊണ്ടുനടക്കാൻ ഉദ്ദേശിച്ച് മേടിച്ചാണ്. ടോപ്പ് എൻഡ് മോഡലാണിത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഡുവൽ ടോൺ കളർ വരുന്നുണ്ട്. നമ്മൾ ഡുവൽ ടോൺ വാങ്ങിയില്ല, സിംഗിൾ കളർ വാങ്ങിയാണ്. ഓക്കെ, ഇനി അകത്ത് കയറാൻ. അതായത് ഇനിയാണ് പറയാനുള്ള കാര്യങ്ങൾ. നോക്കി, JSW MG മോട്ടോർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കൊമറ്റ് LV2 FC ഫാസ്റ്റ് ചാർജിങ് എന്നാ, ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ NA. ഓക്കെ, ഇത് സ്റ്റാറി ബ്ലാക്ക് എന്ന കളറാണ്. പിന്നെ ഈ വണ്ടിയുടെ അകത്ത് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡും അല്ലെങ്കിൽ ഇതൊക്കെ പ്രീമിയമാണ്. ഈ പ്രീമിയം ഡാഷ്ബോർഡും ഈ പ്രീമിയം ആയിട്ടുള്ള അപ്പോൾസ്റ്ററിയും അല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റിൻ്റെ കളറൊക്കെ കൂടി ചേരുമ്പോൾ ഇതൊരു കാശ് കൊടുത്ത് വാങ്ങിയാൽ പറ്റുന്നൊരു വണ്ടിയായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, എന്തിന് കൊമറ്റ് മേടിക്കണം? അതാണ് ആദ്യത്തെ ചോദ്യം. കൊമറ്റ് ആക്ച്വലി ഒരു കാറിൻ്റെ യൂസ് ചെയ്യുന്നൊരു വണ്ടിയല്ല. പകരം സ്കൂൾ ട്രിപ്പുകൾ, സിറ്റിയിലെ ഓട്ടങ്ങൾ, ചെറുതായിട്ട് പാർക്കിംഗ് സ്പേസിലുള്ള സ്ഥലങ്ങൾ, ഇടവഴികൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ചെറിയ ഒരു വണ്ടി. ഒരു കുഞ്ഞൻ കാറിൽ മൈക്രോ കാർ എന്നൊക്കെ ഞാൻ പറയാം. നാനോ അന്ന് വന്നിട്ട് വിജയിക്കാത്തതും കൊമറ്റൊന്നും വിജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രീമിയംനെസ്സും ചീപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറിയിരിക്കുമ്പോഴേ ഇത് ഭയങ്കര ഈസിയാണ്. കയറി ഇരുന്നിട്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഓണായി ഗിയറിട്ട് ഓടിച്ച് പോകാം, ചാവി തിരിക്കേണ്ട, സ്റ്റാർട്ടാക്കേണ്ട, ടോപ്പിന് മുകളിലേണ്ട. അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള ഒരു യൂസ് കേസ് നമുക്ക് കാണാൻ പറ്റുക ഇതുപോലുള്ള വണ്ടികളാണ്. ഓക്കെ, ഈ കൊമറ്റിന് റേഞ്ച് എന്ന് പറയുന്നത് 200 അല്ലെങ്കിൽ 215 പറയുന്നുണ്ട്. 302 കിലോമീറ്റർ വേണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചാർജിൽ ഇപ്പോൾ 86%, 172 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നു നമ്മൾ മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 150 മുതൽ 200 വരെ ഈസിയായിട്ട് കിട്ടും. അതൊരു സിറ്റി യൂസ് നല്ലതാണ്. കാരണം ഒരു ഓട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊരു കണക്ക് പറയണേ. ഇപ്പോൾ എൻ്റെ ഒരു ഓട്ടം കൺസെപ്റ്റ് ഞാൻ ഓടുന്നത് എങ്ങനെ, രാവിലെ ആദ്യം കൊണ്ടാക്കാൻ അങ്ങോട്ട് 2 കിലോമീറ്റർ, തിരിച്ച് ഇങ്ങോട്ട് 2 കിലോമീറ്റർ, അപ്പോൾ 4. അങ്ങനെ ഒരു ദിവസം 8 കിലോമീറ്റർ ഓട്ടമുണ്ട്. ആ ഓട്ടം മാത്രം. പിന്നെ ഓഫീസിൽ പോകുന്നുണ്ടെന്ന് കരുതുക, ഒരു സൈഡിൽ 10 കിലോമീറ്റർ. അപ്പോൾ ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട്, ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട് 20. അപ്പോൾ 28 കിലോമീറ്റർ ഒരു ദിവസം ഓടാനായിട്ട് ഒരു പെട്രോൾ വണ്ടിക്ക് ഇന്നത്തെ കണക്കിൽ E20 അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ഒരു 15 കിലോമീറ്റർ ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള വണ്ടിയാണെങ്കിൽ 200 രൂപയുടെ പെട്രോൾ വേണം. ഇത് വീട്ടിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ 28 രൂപ മതി എന്നുള്ളൊരു ഗുണമാണ്. അതായത് ചെറിയ ചാർജ്. പക്ഷേ ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ കഥ മാറും. പക്ഷേ ഇതിന് DC ഫാസ്റ്റ് ചാർജിൻ്റെ 2 പ്ലഗ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കാര്യം കോമ്പറ്റിന് അങ്ങനെ പറയാനില്ല.
അപ്പോൾ നമ്മൾ ചെറിയ ചിലവിൽ ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് ഈ ഒരു കൊമറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 10-35 രൂപയ്ക്ക് ഒരു മാസം പെട്രോൾ അടിക്കുന്ന ഒരാളാണെങ്കിൽ കൊമറ്റ് മേടിച്ച് ഒരു 10,000 രൂപ EMI ഇട്ടാലും ബാക്കി 20,000 ലാഭം എന്നുള്ള ചെറിയ ലളിതമായ കണക്കിട്ടൊക്കെ ഇതിൻ്റെ റീസെയിൽ വാല്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ വിൽക്കുമ്പോൾ കിട്ടുന്ന കാശൊക്കെ നമ്മൾ പിന്നീട് മാറ്റി വയ്ക്കുക. അതൊക്കെ നമ്മുടെ കൺവീനിയൻസും അല്ലെങ്കിൽ നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി നോക്കുമ്പോൾ ഒന്നും വലിയ വിഷയമായിട്ട് കാണേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം അതാണ്. അതായത് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് സിറ്റി യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടിയുടെ യൂസ് കേസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും സിറ്റിയിലെ യൂസും ഓഫീസ് പോക്കും ട്രാഫിക്കിലൂടെയുള്ള ആ ഒരു ഓട്ടങ്ങളും തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, എക്സ്റ്റൻഡഡ് വാറണ്ടി. എക്സ്റ്റൻഡഡ് വാറണ്ടി എന്ന് പറയുമ്പോൾ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കേണ്ടതിൻ്റെ കാര്യം എന്ന് പറയുന്നത് പാർട്സിൻ്റെ വിലയാണ്. ഈയിടെ വണ്ടികളിലെല്ലാത്തിനും പാർട്സിൻ്റെ വില നോക്കിയാൽ നമ്മുടെ കിളി പോവും. കാരണം ഭയങ്കര വിലയാണ് പാർട്സിൻ്റെ. ഒരു റീപ്ലേസ്മെൻറ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റീപ്ലേസ്മെൻറ്റ് ആവശ്യം വരികയാണെങ്കിൽ കയ്യിലിരിക്കുന്ന കാശ് പോരാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ പറയുമ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം കൂടി ഞാൻ ഈ കൊമറ്റിൻ്റെ ബേസിൽ പറയാം. കൊമറ്റിൻ്റെ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കേണ്ടതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്സിൻ്റെ ലിസ്റ്റ് എൻ്റെ ഉണ്ട്. ആ പാർട്സിൻ്റെ ലിസ്റ്റ് ഞാൻ കാണിക്കാം നമ്മുടെ സ്ക്രീനിലും കാണിക്കാം. ഇപ്പോൾ ഒന്ന് വായിച്ചു തരും ചെയ്യാം. പോക്കറ്റ് കിട്ടുന്നില്ലോ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൊമറ്റ് എന്ന് പറയുന്ന വണ്ടിക്ക് വളരെ സിമ്പിളാണ്. കൊമറ്റ് കാണാൻ വളരെ സിമ്പിളാണ്. ചെറിയ വണ്ടിയാണ്, 4 വീല് 3 ഡോറ്, യാത്ര ചെയ്യാൻ പറ്റിയൊരു വണ്ടി. ഓക്കെ, ഈ വണ്ടി എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് ചിലവ് വരും എന്ന് പറയാം. വളരെ ചെറിയ 2-3 കാര്യങ്ങളെ പറയുള്ളൂ. ഒന്നെന്ന് പറയുന്നത് വീൽ ബെയറിങ്ങിൻ്റെ വിലയാണ്. ഇവർ തന്നെ വന്നിട്ടുള്ള ലിസ്റ്റിംഗ് ആണ്. ഇത് MGയുടെ ഒഫീഷ്യൽ ആക്സസറി അല്ലെങ്കിൽ പാർട്സ് ലിസ്റ്റാണ്. വീൽ ബെയറിങ്ങിന് 8,876 രൂപയാണ് വില. സിമ്പിളാ അല്ല, കൂടുതലാണ് പൈസ. ഓക്കെ, പിന്നെ മോട്ടറിന് 91,000 രൂപ, ബ്രേക്ക് ബൂസ്റ്ററിന് 2,300 രൂപ, സ്റ്റിയറിംഗ് കോളത്തിന് 47,000 രൂപ, VCUന് 24,000 രൂപ, CDUന് 42,000 രൂപ, ടീ ബോക്സിന് 16,000 രൂപ, വയറിംഗ് ഹാർനസിന് 25,000 രൂപ, കംപ്രസറിന് 20,000 രൂപ, ഈ സ്റ്റിയറിന് വീൽ അസംബ്ലിക്ക് 17,000 രൂപ. ഓക്കെ, അങ്ങനെ നോക്കിയാൽ ഈ വണ്ടിയുടെ പാർട്സിനൊക്കെ നല്ല വിലയുണ്ട്. ഇത് പ്രീമിയം എന്ന് പറയില്ലേ, 10 ലക്ഷം രൂപ വണ്ടിയാണ്. 10 ലക്ഷം രൂപ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ അത്രയും കാശും വേണം. അതുകൊണ്ട് തന്നെ ഒരു 50,000 രൂപ, 50,000 ഒന്നുമില്ല, 40,000 കൊടുത്തിട്ട് ഒരു 5 വർഷം വരെ വാറണ്ടി എടുക്കുന്നത് കൊമറ്റിൻ്റെ കാര്യത്തിൽ നിർബന്ധമാണ്. അത് എടുത്തേ പറ്റുമെന്ന് ഞാൻ പറയും. അതിപ്പോൾ ഏത് വണ്ടിയിലും പറയും. ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ കഥ പറഞ്ഞാൽ മഹീന്ദ്രയുടെ ആ ഒരു ഹിന്ദി വ്ളോഗറുടെ ഒരു ചാനൽ കാണാറുന്നു. ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞ കാര്യമുണ്ട്. വണ്ടി ഇടിച്ചിട്ട് എസ്റ്റിമേറ്റ് വന്നപ്പോൾ വണ്ടിക്ക് 30 ലക്ഷം രൂപ വിലയുള്ളൂ, പക്ഷേ എസ്റ്റിമേറ്റ് 49 ലക്ഷം രൂപ വന്നു. അതായത് പാർട്സൊക്കെ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ വണ്ടിയേക്കാൾ ഇരട്ടിയാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള വില എന്നുള്ളതാണ്. അതൊരു പോയിൻ്റാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് വെച്ച് നോക്കുമ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി വേണം. നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ പറയുള്ളൂ കൊമറ്റിനെ കുറിച്ച്. പുതിയ വണ്ടികൾ വാങ്ങുന്നത് ആവശ്യം എന്ന് പറയുന്നത് യൂസ് കേസാണ്. ഇപ്പോൾ ഇത് ഒരു വീട്ടിലെ യൂസിന് വേണ്ടി എടുത്തിട്ടുള്ള വണ്ടിയാണ്. അതായത് ഒരു സ്കൂട്ടറിൻ്റെ യൂസ്. ഇതിൻ്റെ റീസെയിൽ വാല്യൂ നമ്മൾ നോക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. മാക്സിമം ഓടിക്കാവുന്നിടത്തോളം കാലം ഓടിക്കുക, ഇതുകൊണ്ട് കിട്ടാവുന്ന ലാഭം അനുഭവിക്കുക. അതിനേക്കാൾ കൂടുതൽ സിറ്റിയിലെ യൂസിലെയും സ്കൂൾ ട്രിപ്പിലെ യൂസിലെയും ഒക്കെ ഈസിനെസ് കൂടി അനുഭവിക്കുക എന്നുള്ളതാണ്. അതാണ് കൊമറ്റിൻ്റെ ഹോൾ പോയിന്റ്. അപ്പോൾ ഈ കൊമറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ല വണ്ടിയാണ് ഈ ഒരു കാര്യത്തിൽ. അതായത് നമ്മുടെ ലൈഫ് ഈസിയാക്കാൻ ഇലക്ട്രിക് വണ്ടി മേടിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ വിലയുള്ള വണ്ടികളാണ് നല്ലത്. അതിലൊന്നായിട്ട് ഞാൻ ഈ കൊമറ്റിനെ കാണുകയാണ്. ഈ കൊമറ്റ് ഓടിക്കാനും കൊണ്ടുനടക്കാനും ഈസിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമൊക്കെ ചെയ്യാം. എന്നാലും ഞാൻ പറയുന്നതേ, ഒരു യൂസ് കേസ് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഈ ഒരു വണ്ടി അൾട്ടിമേറ്റാണെന്ന് തോന്നും. അത് കാരണമാണ് പല വലിയ വണ്ടികളുടെ വീട്ടിലും ഒരു കൊമറ്റ് കൂടി കാണുന്നത്. പണ്ട് നാനോയ്ക്ക് കഴിയാതെ പോയത് ആ ഒരു കൊമറ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് കാര്യം ഇത് ചീപ്പാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ പറയുന്നത് ഒരു സ്കൂട്ടർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് കൊമറ്റ് വാങ്ങാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ബേസ് മോഡലിന് 8 ലക്ഷം രൂപ വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഒരു നിങ്ങൾ കാർ അധികം യൂസ് ചെയ്യാത്ത, സിറ്റിക്ക് പുറത്തേക്ക് ഓടിക്കാത്ത ഒരാളാണ്, നിങ്ങൾക്ക് ചെറിയ ഓട്ടങ്ങളെ ഉള്ളൂ എങ്കിൽ എനിക്ക് തോന്നുന്നു കൊമറ്റ് പോലുള്ള വണ്ടികൾ മേക്ക് സെൻസ് ആണ്. കാരണം ഇത് വീട്ടിൽ സോളാർ കൂടി ഉണ്ടെങ്കിൽ, സോളാർ പോട്ടെ, അല്ലെങ്കിലും KCB വെച്ച് ചാർജ് ചെയ്താൽ പോലും എനിക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ ഒരു ചിലവിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, റീസെയിൽ വാല്യൂ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് വണ്ടിക്ക് എന്തായിരിക്കും വാല്യൂ ഉള്ളത് കാണേണ്ട കാര്യമില്ല. നമ്മുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് കൺവീനിയൻസ് ആണ്. ആ ഒരു കാര്യത്തിൽ കൊമറ്റ് സ്പോട്ട് ഓൺ ആണ്. അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു വണ്ടി ചൂടപ്പം പോലെ വിൽക്കുന്നത് കണ്ടാൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ 3 ഡോറേ ഉള്ളൂ, പിന്നിലേക്ക് കയറുന്ന സീറ്റ് മറിച്ചിടണം, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതിനെ നിങ്ങളൊരു കാറായി കാണണമെന്നേ, ഒരു ചെറിയ വണ്ടി, നമ്മുടെ ഒരു കൂടെയുള്ള ഒരു കുഞ്ഞ് വണ്ടിയായിട്ട് കണ്ടാൽ മതി. അതായത് ചാവിയിട്ട് തിരിക്കാതെ വെറുതെ കയറി ബ്രേക്ക് ചവിട്ടി ഗിയറങ്ങ് മാറി എടുത്ത് ഓടിച്ചു പോകാൻ പറ്റിയൊരു വണ്ടി. അതാണ് കൊമറ്റ് എന്ന് പറയുന്ന ഈ ഒരു കാറിൻ്റെ ഏറ്റവും വലിയ യൂണിക് സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. ശരി എന്നാൽ.